നമ്മുടെ കാര്യകാരണ ബന്ധങ്ങൾ അതുമായി ബന്ധപ്പെട്ട നിരവധി ഖുർആനിൻ്റെ ആയത്തുകൾ തെളിവായി വായിച്ചു. അൽഹംദുലില്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞു, കാരണങ്ങൾ മാർഗങ്ങളിൽ തവക്കുലില്ല. തവക്കുൽ അള്ളാഹുവിനോട് മാത്രം. ഒട്ടകത്തെ കെട്ടിയിടാം, പക്ഷേ ആ കയറിലോ കെട്ടിയിടലിലോ തവക്കുലില്ല. തവക്കുൽ അള്ളാഹുവിലാണ്. ഒട്ടകത്തെ കെട്ടിയിട്ടാലും ഒട്ടകത്തെ നമുക്ക് നഷ്ടപ്പെടാം. പക്ഷേ ആ കെട്ടിയിടൽ, ഒട്ടകത്തെ കെട്ടിയിടൽ എന്താണ്? ഇസ്ലാമിൽ പറഞ്ഞ കാര്യമാണ്. കാരണം ആ കെട്ടിയിടലിൽ അള്ളാഹു ആ ഒട്ടകത്തെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു, അള്ളാഹു ഉദ്ദേശിച്ചാൽ. പക്ഷേ ആ കയറിലോ കെട്ടിയിടലിലോ തവക്കുലില്ല. തവക്കുൽ അള്ളാഹുവിൽ മാത്രം, വരമേൽപ്പിക്കൽ അള്ളാഹുവിൽ മാത്രം. അതേപോലെ നമ്മൾ മരുന്ന് കഴിക്കുന്നു, അത് ഇസ്ലാം പറഞ്ഞൊരു കാര്യമാണ്, അതൊരു മാർഗമാണ് രോഗത്തിൻ്റെ ശമനത്തിന്. പക്ഷെ ആ മരുന്നിൽ എന്തില്ല? തവക്കുലില്ല. അള്ളാഹു ഉദ്ദേശിച്ചാലേ രോഗം ശിഫയാവുകയുള്ളൂ. അതുകൊണ്ട് തവക്കുൽ അള്ളാഹുവിൽ മാത്രം. ആ മരുന്നിൽ അള്ളാഹു രോഗം ശിഫയാക്കാനുള്ള കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ മരുന്ന് കഴിച്ചാൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഫലിക്കും, അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഫലിക്കുകയില്ല. ഇപ്പോൾ 2019 കോവിഡ് വന്നു. നമ്മളിൽ അധിക പേരും വാക്സിനേഷൻ എടുത്തു. കാരണം വാക്സിനേഷനിൽ രോഗത്തെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ ആ വാക്സിനേഷനിൽ തവക്കുലില്ല. തവക്കുൽ അള്ളാഹുവിനോട് മാത്രം. വാക്സിനേഷൻ എടുത്ത ആളുകൾക്കും കോവിഡ് വരാം. ബാറക്കല്ലാഹു ഫീക്കും. ഇത് വ്യക്തമായി മനസ്സിലാക്കണം. ആ കാരണങ്ങളോ മാർഗങ്ങളിലോ തവക്കുൽ ചെയ്യുന്നത് ഷിർക്കാണ്, അപകടമാണ്, ഷിർക്കാണ്. അതുകൊണ്ട് പാരസെറ്റമോൾ കഴിച്ചിട്ട് എൻ്റെ രോഗം മാറി എന്ന് പറയരുത്. പാരസെറ്റമോൾ കഴിച്ചത് കാരണമാണ് രോഗം മാറിയത് എന്ന് പറയരുത്. മറിച്ച് പാരസെറ്റമോളിൽ അള്ളാഹു രോഗം മാറ്റാനുള്ള കാരണം ഉണ്ടാക്കിയത് കൊണ്ട് എൻ്റെ രോഗം മാറി. ഓക്കെ, വാക്സിനേഷൻ എടുത്തത് കൊണ്ട് എനിക്ക് രോഗത്തിന് പ്രതിരോധം, ഇനി രോഗം ഉണ്ടാവുകയില്ല എന്ന് പറയരുത്. മറിച്ച് വാക്സിനേഷൻ എടുത്തത് കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചാൽ രോഗം വരില്ല. മരുന്ന് കഴിച്ചാൽ എന്തായാലും രോഗം മാറും എന്ന് പറയരുത്. മരുന്ന് കഴിച്ചാൽ അൽഹംദുലില്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ രോഗം അള്ളാഹു ശിഫയാക്കും എന്നാണ് വിശ്വസിക്കേണ്ടത്. ബാറക്കല്ലാഹു ഫീക്കും. ഇനി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നിടത്തേക്ക് പോകാം, പുസ്തകത്തിലേക്ക് പോകാം. വബിൽ ജുംലത്തി ഫൽ ഖുർആനു മിൻ അവ്വലിഹി ഇലാ ആഖിരിഹി സരീഹുൻ ഫീ തുറത്തുബ് അൽ ജസാഇ ബിൽ ഖൈരി വശർരി. ഖൈറും ഷർറിൻ്റെയും പ്രതിഫലം അള്ളാഹു ഖുർആനിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ വ്യക്തമാക്കിയിട്ടുണ്ട്. വൽ അഹ്കാമിൽ കൗനിയത്തി വൽ അംരിയത്തി അലൽ അസ്ബാബി. പ്രാപഞ്ചിക വിധിയും നിയമനിർമ്മാണങ്ങളും ഫലത്തിൻ്റെ കാരണമാണ്. വൽ തർത്തീബി അഹ്കാമി ദുനിയ വൽ ആഖിറത്തി വ മസാലിഹിമ വ മഫാസിദിഹിമ അലൽ അസ്ബാബി വൽ അഅമാലി. കർമ്മങ്ങളുടെയും കാരണങ്ങളുടെയും അടിസ്ഥാനം ദുനിയാവിലും ആഖിറത്തിലുമുള്ള നിയമങ്ങളുടെ, അവയുടെ ഗുണങ്ങളും ദോഷങ്ങളുമാണ്. വമൻ തഫഖഹ ഫീ ഹാദിഹിൽ മസ്അലതി വതഅമ്മലഹ ഹഖ്ഖ തഅമ്മലി. ആരെങ്കിലും ഇത് ശരിക്കും മനസ്സിലാക്കിയാൽ, ഈ വിഷയം അതിനെക്കുറിച്ച് ശരിക്കും ചിന്തിച്ചാൽ, ഇൻതഫഅ ബിഹാ ഗായത്തൻ നഫി, അവന് വളരെയധികം പ്രയോജനങ്ങൾ ഉണ്ടാകും. വലം യത്തഖിൽ അൽ ഖദരി, ഖദറിനെ അവൻ ആശ്രയിക്കുന്നില്ല. ജഹ്ലം മിൻഹു, അതിൻ്റെ അജ്ഞത കാരണം. അജ്സൻ, കഴിവില്ലായ്മ കാരണം. തഫ്രീത്തൻ, അവഗണന കാരണം. ഇദാഅത്തൻ, അലസത കാരണം. ഫയകൂന തവക്കലുഹു അജ്സൻ, അവൻ്റെ ആശ്രയത്വം അവൻ്റെ തവക്കുലിലാണ്. വഅജ്സുഹു തവക്കുൽ, അവൻ്റെ തവക്കുൽ അവൻ്റെ ആശ്രയത്തിലാണ്. ബലിൽ ഫഖീഹു കുല്ലിൽ ഫഖ്ഹി അല്ലദി യറുദ്ദുൽ ഖദരി ബിൽ ഖദരി. ശരിയായി മനസ്സിലാക്കിയ എല്ലാവരും അവൻ ഖദറിനെ ഖദർ കൊണ്ട് പ്രതികരിക്കുന്നു.
യദ്ഫഉൽ ഖദ്രി ബിൽ ഖദ്രി, ഖദറിനെ ഖദർ കൊണ്ട് പ്രതിരോധിക്കുന്നു. വയുവാരിദുൽ ഖദ്രി ബിൽ ഖദ്രി, ഖദറിനെ ഖദർ കൊണ്ട് എതിർക്കുന്നു. ബൽ ലാ യുംകിനുൽ ഇൻസാനി അൻ യഈശ ഇല്ലാ ബിദാലിക്, ഒരു മനുഷ്യനും ഇങ്ങനെ അല്ലാതെ ജീവിക്കാൻ സാധ്യമല്ല. ഫഇന്നൽ ജൂഅ വൽ അത്ശ വൽ ബർദ, തീർച്ചയായും വിശപ്പ്, ദാഹം, തണുപ്പ്, വൻവാൽ മഹാവിഫി, ഭയാനതകൾ, വൽ മഹാദീരി, അപകടങ്ങൾ, യമിനൽ ഖദ്രി, അത് ഖദറിൽ നിന്നാണ്. വൽ ഖൽഖു കുല്ലുഹും സാഹൂന ഫീ ദഫി ഹാദൽ ഖദ്രി ബിൽ ഖദ്രി, എല്ലാ സൃഷ്ടികളും ഖദറിനെ ഖദർ കൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. വഹകദ മൻ വഫഖഹുല്ലാഹു വഅൽഹമഹു റുഷ്ദഹു യദ്ഫഉ ഖദ്റൽ ഉഖൂബത്തിൽ ഉഖറവിയ്യതി ബിഖദ്രി തൗബതി വൽ ഈമാനി വൽ അഅമാലി സ്വാലിഹത്തി. ഇങ്ങനെയാണ് അള്ളാഹു വിജയം നൽകിയവൻ. അവനെ അള്ളാഹു ശരിയായ പാതയിലേക്ക് നയിക്കുന്നു. അവൻ പരലോകത്തിൻ്റെ ശിക്ഷയുടെ ഖദറിനെ അമലുസ്വാലിഹാത്തും ഈമാനും തൗബയുടെ ഖദറും കൊണ്ട് പ്രതിരോധിക്കുന്നു. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇവിടെ ഷെയ്ഖ് ഫൗസാൻ ഹഫിദഹുല്ലാ പറയുന്നു, ദുആ വലിയ ഒരു മാർഗമാണ്. ലക്ഷ്യം നേടാൻ ദുആ വലിയൊരു മാർഗമാണ്. അള്ളാഹു ഫലത്തെ മാർഗവുമായി ബന്ധപ്പെടുത്തി. സൂഫികൾ കാരണത്തെ നിഷേധിച്ചു. അവർ പറയുന്നു, ഒരു കാര്യം വിധിച്ചിട്ടുണ്ട് എങ്കിൽ അത് സംഭവിക്കും. കാരണം നടപ്പാക്കിയിട്ടില്ലെങ്കിലും, മാർഗങ്ങൾ നടപ്പാക്കിയിട്ടില്ലെങ്കിലും ഒരു കാര്യം വിധിച്ചാൽ അത് സംഭവിക്കും. നേരെ തിരിച്ചും ഒരു കാര്യം വിധിച്ചിട്ടില്ലെങ്കിൽ അത് നടക്കുകയില്ല, കാരണങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും. അപ്പോൾ ഇത് തെറ്റായ മനസ്സിലാക്കലാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഇവിടെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ദീൻ മനസ്സിലാക്കിയ ഒരു വ്യക്തി. ദീൻ മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അറിയുക, ദീനിൽ മനസ്സിലാക്കുക എന്നത് അള്ളാഹുവിൽ നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദുല്ലാഹു ബിഹി ഖൈറൻ വയുഫഖിഹു ഫിദ്ദീൻ. അള്ളാഹു ഒരു വ്യക്തിക്ക്, ഒരാൾക്ക് ഖൈർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു അവന് മതത്തിൽ ഗ്രാഹ്യത നൽകുന്നു. ഇത് അള്ളാഹുവിൻ്റെ സമ്മാനമാണ്. അള്ളാഹു തിരഞ്ഞെടുക്കുന്നവർക്ക് അള്ളാഹു വിജ്ഞാനം നൽകുന്നു, മനസ്സിലാക്കാനുള്ള കഴിവ് നൽകുന്നു. അതുകൊണ്ട് നാം അള്ളാഹുവിനോട് ചോദിക്കണം. ദീൻ മനസ്സിലാക്കാൻ, ദീൻ നേരാവണ്ണം മനസ്സിലാക്കാൻ, പ്രയോജനകരമായ വിജ്ഞാനത്തിന് വേണ്ടി, ഉൾക്കാഴ്ചയ്ക്ക് വേണ്ടി എല്ലാം നാം അള്ളാഹുവിനോട് ചോദിക്കണം. പിന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ബലിൽ ഫഖീഹു കുല്ലൽ ഫിഖ്ഹി അല്ലദി യറുദ്ദു അൽ ഖദ്റ ബിൽ ഖദ്രി. ശരിയാവണ്ണം മനസ്സിലാക്കിയവൻ ഖദറിനെ ഖദർ കൊണ്ട് പ്രതിരോധിക്കുന്നു. ഇവിടെ ഷെയ്ഖ് ഫൗസാൻ ഹഫിദഹുല്ലാഹ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം കൊണ്ടുവരുന്നു. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഷാമിൽ പ്ലേഗ് ബാധിച്ചപ്പോൾ, പ്ലേഗ് ഉണ്ടായപ്പോൾ അദ്ദേഹം ആ സ്ഥലത്തേക്ക് പോകാൻ വിസമ്മതിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ഒരാൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ വിധിയിൽ നിന്ന് രക്ഷപ്പെടുകയാണോ? അങ്ങനെയാണ് ഉമർ റളിയല്ലാഹു ചോദിച്ചത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇതിന് ഭംഗിയായി മറുപടി പറഞ്ഞു, അതെ, അള്ളാഹുവിൻ്റെ ഖദറിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഖദറിലേക്ക് രക്ഷപ്പെടുകയാണ്. കാരണം മാർഗവും അള്ളാഹുവിൻ്റെ ഖദറിൽ നിന്നാണ്, ഫലവും അള്ളാഹുവിൻ്റെ ഖദറാണ്. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നാം അള്ളാഹുവിൻ്റെ ഖദറിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഖദറിലേക്ക് രക്ഷപ്പെടുകയാണ്. നാം മാർഗങ്ങൾ നടപ്പിലാക്കുകയാണ്. കാരണം മാർഗങ്ങളും അള്ളാഹുവിൻ്റെ ഖദറാണ്, ഫലം അള്ളാഹുവിൻ്റെ ഖദറാണ്.